പഴയ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഗോദാവരി, കാവേരി, പമ്പ, യമുന. ഉത്തരം ഗോദാവരി. വലിയ വലുപ്പവും ഉപദ്വീപീയ പോഷക നദികളും കാരണം ഗോദാവരി നദിയെ എപ്പോഴും വൃദ്ധഗംഗ അല്ലെങ്കിൽ പഴയ ഗംഗ എന്ന് വിളിക്കുന്നു. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? തെലിവാഹ, കോസി, തപ്തി, അർവാരി. ഉത്തരം കോസി. കോസി നദി ബീഹാറിൻ്റെ ദുഃഖം എന്നും അറിയപ്പെടുന്നു. കോസി നദി ടിബറ്റിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ചൈന, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നദി ഒഴുകുന്നു. ഗംഗയുടെ ഇടത് കരയിലെ പോഷക നദിയാണിത്. സ്വർഗത്തിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? ബുർഹാരി, അർവാരി, പ്രാണഹിത, ഗംഗ. ഉത്തരം ഗംഗ. ഹിന്ദു പുരാണങ്ങളിൽ വിശുദ്ധ നദി ഗംഗാദേവി കൂടിയാണ്. അവർ ഹിമാലയത്തിൻ്റെ ദൈവമായ ഹിമവത്തിൻ്റെയും ആകാശനിംഫായ മേനകയുടെയും മകളായിരുന്നു. അവർ യഥാർത്ഥത്തിൽ സ്വർഗത്തിലൂടെ മാത്രമാണ് ഒഴുകിയിരുന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ എത്തിയെന്ന വിശ്വാസത്തിൽ ഈ പേര് ലഭിച്ചു. ശാരദാ നദിയുടെ മറ്റൊരു പേരെന്ത്? ലൂണി, ദാമോദർ, പെരിയാർ, കാളിന്തി. ഉത്തരം കാളിന്തി. ഹിമാലയത്തിലെ കലാപാനിയിൽ നിന്നാണ് ശാരദാ നദി ഉദ്ഭവിക്കുന്നത്. ഇത് കാളിന്തി എന്നും മഹാകാളി നദി എന്നും അറിയപ്പെടുന്നു. ടിബറ്റിലെ സാങ്പോ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? ഷോക് നദി, ബ്രഹ്മപുത്ര, പെരിയാർ, ശാരദ. ഉത്തരം ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഹിമാലയൻ നദിയാണ്. ടിബറ്റിൽ സാങ്പോ നദി എന്നും ഇത് അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ നദി ഏതാണ്? ലൂണി, സ്വർണരേഖ, സിന്ധു, നർമ്മദ. ഉത്തരം ലൂണി. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ശരാശരി ഒഴുക്കുള്ള നദി ലൂണി നദിയാണ്. രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ലൂണി നദി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കരയുന്ന നദി ഏതാണ്? ബുർഹി, ഷോക് നദി, ദാമോദർ, കോസി. ഉത്തരം ദാമോദർ. പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാക്കിയതിനാൽ ദാമോദർ നദി ദുഃഖങ്ങളുടെ നദി എന്നും ഇന്ത്യയുടെ ദുഃഖമെന്നും വിളിക്കുന്നു. ആനന്ദത്തിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി? യമുന, നർമ്മദ, ഗംഗ, പമ്പ. ഉത്തരം നർമ്മദ. സംസ്കൃത ഭാഷയിൽ നർമ്മദ എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദം നൽകുന്നവൾ എന്നാണ്. അതുകൊണ്ട് ഇത് ആനന്ദത്തിൻ്റെ നദി എന്നും വിളിക്കപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ നദി? ബ്രഹ്മപുത്ര, ഭാരതപ്പുഴ, സിന്ധു, മയ്യഴി. ഉത്തരം ബ്രഹ്മപുത്ര. 350 അടി വരെ ആഴമുള്ള ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ നദിയാണ് ബ്രഹ്മപുത്ര നദി. താഴ്വരയിലൂടെ 750 കിലോമീറ്റർ നീളമുള്ള യാത്രയിൽ ബ്രഹ്മപുത്രയ്ക്ക് നിരവധി പോഷക നദികളെ ലഭിക്കുന്നു. അവിവാഹിതയായ നദി എന്നറിയപ്പെടുന്ന നദി? നർമ്മദ, ബ്രഹ്മപുത്ര, പമ്പ, പെരിയാർ. ഉത്തരം നർമ്മദ. കാമുകനായ ശോൻഭദ്രയിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടതിനെ തുടർന്ന് നർമ്മദ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി തുടരാൻ തീരുമാനിച്ചതായി പറയപ്പെടുന്നു. ഇനി നമുക്ക് ഈ കഥയിലെ ഭൂമിശാസ്ത്രപരമായ സത്യം നോക്കാം.
ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ 2 പ്രധാന നദികളായ ഗംഗ, ഗോദാവരി എന്നിവയിൽ നിന്ന് വിപരീത ദിശയിലാണ്, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ആണ് ഇത് ഒഴുകുന്നത്. അതുകൊണ്ടാണ് നർമ്മദയെ നിത്യകന്യകാ നദി എന്ന് വിളിക്കുന്നത്. ശിവന്റെ മകൾ എന്നറിയപ്പെടുന്ന നദി ഏത്? നർമ്മദ, ഗംഗ, കാവേരി, യമുന. ഉത്തരം നർമ്മദ. ശിവതാണ്ഡവം നടത്തുകയായിരുന്നുവെന്നും ആ സമയത്ത് നർമ്മദ ഒരു തുള്ളി വിയർപ്പിൽ നിന്ന് തിളങ്ങുന്ന പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് വിശ്വാസം. അതിനാൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ നർമ്മദയ്ക്ക് ശിവന്റെ മകൾ എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ട്. ഇന്ത്യയിൽ നിന്നും തിരോധാനം ചെയ്യപ്പെട്ട നദി ഏത്? സരസ്വതി, കൃഷ്ണ, സിന്ധു, ഭാരതപ്പുഴ. ഉത്തരം സരസ്വതി. സരസ്വതിയുടെ തിരോധാനത്തിന് കാരണം അതിൻ്റെ പോഷക നദികളായ സത്ലജ്, യമുന നദികളുടെ ഗതിമാറ്റമാണ്. മരണനദി എന്നറിയപ്പെടുന്ന നദി? ഫാൽഗു, ചമ്പൽ നദി, ഉങ്കോട്ട്, ശ്യോക്. ഉത്തരം ശ്യോക്. നിരവധി മനുഷ്യരും മൃഗങ്ങളും ഈ നദിയിൽ ഒഴുകിപ്പോയി. അതിനാൽ ഇത് കുപ്രസിദ്ധമായ പേരും മാരകമായ പ്രശസ്തിയും നേടി. സിംഹനദി എന്നറിയപ്പെടുന്ന നദി? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, കോസി. ഉത്തരം സിന്ധു. ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്താണ് സിന്ധു നദി അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അവിടെയുള്ള ആളുകൾ നദിയെ തിരിച്ചറിയുന്നത് സിംഹി ഖബർ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ വാ എന്നാണ്. എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.